ഒരേ രോഗം എല്ലാവരെയും ഒരുപോലെയാണോ ബാധിക്കുന്നത്? അതായത് 2 ആളുകളിലെ അവരുടെ ജീവിതത്തിനെ ഒരു രോഗം ഒരുപോലെയാണോ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ ഒരു രോഗനിർണയം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ അനുഭവം നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതായത് പലപ്പോഴും ഒരേ രോഗം തന്നെ 2 വ്യക്തികളുടെ ശരീരത്തിനെയും അവരുടെ ജീവിതത്തിനെയും 2 വ്യത്യസ്ത രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ രോഗം പലപ്പോഴും ചിലർക്ക് ചില ഇൻഫെക്ഷൻസൊക്കെ ചെറിയ പനിയോ അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ആയിട്ട് മാറുമ്പോൾ ചിലർക്കത് ഭയങ്കര ഗുരുതരമായിട്ടും മാറാറുണ്ട് അല്ലേ? അപ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗം ആ വ്യക്തിനെ അഫക്റ്റ് ചെയ്യുമ്പം അയാളുടെ പ്രായം, അയാളുടെ മാനസിക ആരോഗ്യം, അയാളുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ അയാൾക്ക് എത്രത്തോളം ഫാമിലിയുടെയും സമൂഹത്തിൻ്റെയൊക്കെ പിന്തുണ കിട്ടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിക്ക് ഒരു അസുഖം ബാധിച്ചിട്ട് എത്ര പെട്ടെന്ന് ചികിത്സ കിട്ടുന്നു എന്നുള്ളത്. അതായത് അയാൾക്ക് അതിൻ്റെ പ്രാരംഭ ദിശയിൽ തന്നെ ചികിത്സ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇതൊക്കെ തന്നെയും ഒരു രോഗത്തിൻ്റെ തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതിൻ്റെ മറ്റൊരു വശമാണ് ഒരേ രോഗം 2 വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിനെ വ്യത്യസ്തമായി ബാധിക്കുന്നു എന്നുള്ളത്. അതായത് ഒരു നല്ല ജോലിയും നല്ല ലീവ് ആനുകൂല്യങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് കുറച്ച് ദിവസത്തെ അസുഖം ലീവ് എടുക്കലൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷെ അതേസമയം അതേ അസുഖം ബാധിച്ചിട്ടുള്ള ഒരു ദിവസ വേതനത്തിനൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ചിട്ട് അയാളുടെ ജീവിതം തന്നെ ചിലപ്പം പ്രതിസന്ധിയിലായിപ്പോകും. അപ്പോൾ ആ രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അയാൾക്ക് ഉണ്ടാകാം. അതുകൊണ്ടാണ് പലപ്പോഴും ചികിത്സിക്കുമ്പോൾ അസുഖത്തിൻ്റെ പേര് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കാരണം ആ രോഗം ആ വ്യക്തിയുടെ ശരീരത്തിനെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെയൊക്കെ ഏതെല്ലാം രീതിയിൽ അഫക്റ്റ് ചെയ്തു എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു രോഗത്തെ മാത്രമല്ല ചികിത്സിക്കുന്നത്, ആ രോഗം ബാധിച്ച മനുഷ്യനെ കൂടിയാണ് എന്നുള്ളതാണ്.